ഹായ് ഹലോ നമസ്കാരം. പേശിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നൊരു മോക്ക് ടെസ്റ്റ് അല്ല, മറിച്ച് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് സാഹിത്യകാരന്മാരെ കൃതികൾ അവയിലൂടെയാണ് പോകാനായിട്ട് പോകുന്നത്. പക്ഷേ അതിലൂടെ പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ആ ഒരു സാഹിത്യകാരനിലേക്ക് എത്താൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആദ്യം ചെയ്തിട്ടാണ് അതിലേക്ക് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ ഒരു 3 സാഹിത്യകാരന്മാരെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ചും അവരുടെ ചെറിയ കുറച്ച് പ്രത്യേകതകളെക്കുറിച്ചും മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ മലയാള സാഹിത്യം എന്ന് പറയുന്നതിൽ സാഹിത്യകാരന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കുന്ന ക്ലാസ്സിലെ ആദ്യത്തെ പാർട്ടാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഇനി നമുക്കൊരു 70 ദിവസം ഉള്ള സമയമേ 70 അല്ലെങ്കിൽ അത്രേ സമയമുള്ളൂ. നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 75 ദിവസം UPക്കാർക്കുണ്ട് എങ്കിലും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുന്ന അല്ലെങ്കിൽ ഒരു ഫൈനൽ ലാപ്പ് എന്ന് പറയുന്ന ഒരു റിവിഷൻ ബാച്ച് LPUPക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രാഷ് ബാച്ചായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 70 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് തീർക്കാനായിട്ട് സാധിക്കും. ഈ തിങ്കളാഴ്ചയാണ് നമ്മൾ ആ ഒരു പുതിയ ബാച്ച് തുടങ്ങിയിട്ടുള്ളത്. ആ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പിന്നീട് മുൻപുള്ള ദിവസങ്ങളിലെ എടുത്ത് പഠിച്ചു വരാനായിട്ടുള്ളൊരു സമയം നിങ്ങൾക്ക് കിട്ടില്ല. സോ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഓരോ ദിവസം തരുന്ന അന്നന്ന് പഠിച്ചു പോകുകയാണെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് തരുന്നതാണ്. നമ്മൾ പറയുന്ന പോലെ പഠിച്ച് പോയി കഴിഞ്ഞാൽ മതി. ഒപ്പം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ലഭിക്കുന്നുണ്ട്. 100 മാർക്കിൻ്റെ OMR പരീക്ഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ പഠിക്കാൻ തരുന്ന മേഖലകളുടെ റിവിഷൻ തരുന്നുണ്ട്. മാത്സ് വർക്കൗട്ട് സെക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ വർക്കൗട്ട് സെക്ഷൻ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലെല്ലാം കൂടെ സ്കൂൾ പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ്, കാരണം നമ്മുടെ മിക്ക സിലബസിൽ പറയുന്ന മിക്ക കാര്യങ്ങളും നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിനടുത്ത് വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആവശ്യമുള്ള പാഠപുസ്തകങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. സോ എന്ത് ചെയ്യുക, പഠിക്കാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോടും തന്നെ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കുക. ഓക്കെ അല്ലേ? സോ നമുക്ക് നമ്മുടെ നേരെ ഈ പറയുന്ന മലയാള സാഹിത്യം എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ഒരു ക്ലാസ്സിനകത്ത് നമുക്ക് ആദ്യം ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പഠിക്കണം. പക്ഷേ ആദ്യം ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് നോക്കാം. കബീന എന്നത് ആരുടെ കൃതിയാണ്? ഒന്ന് എഴുതി നോക്കിക്കോളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. കബീന എന്നത് ആരുടെ കൃതിയാണ്? MK മേനോൻ, കോവിലൻ, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കബീന എന്നത് ആരുടെ കൃതിയാണ്? എഴുതിയോ? ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഉത്തരം പറഞ്ഞ് തന്നെ പോകാം. കാരണം വെച്ചാൽ ഈ ഒരു ഉത്തരം പറയുമ്പോൾ ആരാണോ അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കൂടുതൽ നോക്കാനായിട്ട് പോകുന്നത്. ഈ കബീന എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് SK പൊറ്റക്കാടിൻ്റെ കൃതിയാണ് കബീന. ഓക്കെ, നിങ്ങൾ ചിലർക്ക് അറിയുമായിരിക്കും, ചിലർ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ കബീന എന്ന് പറയുന്നത് SK പൊറ്റക്കാടിൻ്റെ കൃതിയാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതും SK പൊറ്റക്കാടിനെ കുറിച്ചിട്ടാണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ ഒരു കാര്യം കൂടെ നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നോക്കാം. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം. ഓക്കെ, SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1965, 1980, 1984, 1995. എപ്പോഴാണ് SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എപ്പോഴാണ്? 1980 ആർക്ക്? ഈ പറയുന്ന SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത് അല്ലേ. ആദ്യം G ശങ്കരക്കുറുപ്പ് അല്ലെ. 1965 നോക്കുകയാണെന്നുണ്ടെങ്കിൽ G ശങ്കരക്കുറുപ്പ്. പിന്നീട് 1980 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? SK പൊറ്റക്കാട്. പിന്നെയോ 1984 വരുമ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള. പിന്നെ 1995 വരുന്ന സമയത്ത് MT വാസുദേവൻ നായർ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് SK പൊറ്റക്കാടുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് 1980 നിങ്ങളൊന്ന് പറഞ്ഞു വെക്കുക. ഇനി നമുക്ക് പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുന്ന രീതി എന്ന് പറയുന്നത് അവരുടെ കൃതികളിലൂടെയാണ് നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. സോ SK പൊറ്റക്കാടിൻ്റെ ഈ പറയുന്ന കൃതികൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഒന്നാണ് നോക്കി, അതായത് കബീന എന്ന് പറയുന്ന ഒരു കൃതി നമ്മൾ നോക്കിയില്ലേ. SK പൊറ്റക്കാടുമായി ബന്ധപ്പെട്ട് കബീന എന്ന് പറയുന്ന കൃതി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കുറച്ച് കൃതികൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്, നമുക്ക് പഠിക്കണം. നിങ്ങൾ കേട്ടിട്ടുള്ള കുറേ എണ്ണം ഉണ്ടാവും ഇതിനകത്ത്. അത് കൂടാതെ നിങ്ങൾ കേൾക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. നോക്കുക, അതിലൊന്നാണ് നാടൻ പ്രേമം. നാടൻ പ്രേമം ആരുടെ കൃതിയാണ്? SK പൊറ്റക്കാടിൻ്റെ കൃതിയാണ് നാടൻ പ്രേമം എന്ന് പറയുന്നത്. നാടൻ പ്രേമം 1 SK പൊറ്റക്കാടിൻ്റെ കൃതിയാണ് നാടൻ പ്രേമം. അടുത്തത് പ്രേമശിക്ഷ. SK പൊറ്റക്കാടിൻ്റെ മറ്റൊരു കൃതിയാണ് പ്രേമശിക്ഷ എന്ന് പറയുന്നത്. പിന്നെയോ മൂടുപടം. ഇത് ചിലരെങ്കിലും കേട്ടിട്ടുണ്ട് അല്ലെ, മൂടുപടം ആരുടെയാണ്? SK പൊറ്റക്കാടിൻ്റെയാണ്. പിന്നെ വിഷകന്യക, ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, SK പൊറ്റക്കാടിൻ്റെ വിഷകന്യക. പിന്നെ ഒരു തെരുവിൻ്റെ കഥ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്ര നോക്കി? 3, 2, 5 നമ്മൾ ആദ്യം ഇവിടെ പഠിക്കുകയാണ്. നാടൻ പ്രേമം ഇവിടെ തന്നെ പഠിച്ചു വെക്കോളൂ. നാടൻ പ്രേമം, പ്രേമശിക്ഷ, മൂടുപടം, വിഷകന്യക, ഒരു തെരുവിൻ്റെ
കഥ. ആരുടെ കൃതികളാണ് ഇതെല്ലാം? ഇതെല്ലാം എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതികളാണ്. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, ഒരു ദേശത്തിൻ്റെ കഥ. അപ്പം നമ്മളിവിടെ ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, ഇത് രണ്ടും ആരുടെയാണ്? രണ്ടും എസ്.കെ. പൊറ്റക്കാടിൻ്റെയാണ്. ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ. പിന്നീട് കുരുമുളക് നോക്കുക, ഇത് ചിലപ്പോൾ ചിലരെങ്കിലും ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. കുരുമുളക് എന്ന് പറയുന്ന ഒരു കൃതി ആരുടേതാണ്? എസ്.കെ. പൊറ്റക്കാടിൻ്റേതാണ്. പിന്നീട് നമ്മളിപ്പോൾ പറഞ്ഞ ഖബീന, നമ്മുടെ ചോദ്യത്തിൽ നിന്ന് കിട്ടിയ ഖബീന. പിന്നെയോ ഇത് നിങ്ങൾക്കറിയാം, പാതിരാസൂര്യൻ്റെ നാട്ടിൽ പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ കാപ്പിരികളുടെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ദേശത്തിൻ്റെ കഥ, കുരുമുളക്, ഖബീന, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ. കിട്ടിയോ? ഓക്കെ. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു വെച്ചില്ലെങ്കിലും ഈ ഒരു കേൾക്കുമ്പോൾ ഇത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ മതി. നാടൻ പ്രേമം എസ്.കെ. പൊറ്റക്കാട്, പ്രേമശിക്ഷ എസ്.കെ. പൊറ്റക്കാട്, മൂടുപടം, വിഷകന്യക, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, കുരുമുളക്, ഖബീന. ഓക്കെ. അതുപോലെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, ഇതെല്ലാം ആരുടെയാണ്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതികളാണ്. ഒന്ന് എഴുതി വെച്ചോളൂ, അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. ഓക്കെ. എസ്.കെ. പൊറ്റക്കാടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തായാലും ചോദ്യങ്ങളുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ സ്ഥിരം ചോദിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഖബീന പോലുള്ള, കുരുമുളക് പോലുള്ള കൃതികളൊക്കെ തന്നിട്ട് ഇത് ആരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്നതായിരിക്കും. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പോൾ പറഞ്ഞു, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 1980 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ജ്ഞാനപീഠം ലഭിച്ചു 1980 എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നോക്കുക, അടുത്തത് ഒരു തെരുവിൻ്റെ കഥയ്ക്ക് 1962 കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു തെരുവിൻ്റെ കഥയ്ക്ക് 1962 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനാണ് അവിടെ തന്നിട്ടുള്ളത്. അടുത്തത് ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 1980 ജ്ഞാനപീഠവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇതൊരു തെരുവിൻ്റെ കഥയ്ക്കാണ് 1962 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇതോ ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 62ഉം 73ഉമാണ്. നോക്കുക, കേരള സാഹിത്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കേരള സാഹിത്യം എന്ന് പറയുമ്പോൾ ഒരു തെരുവിൻ്റെ എന്നുള്ള രീതിയിലേക്ക് കണക്കാക്കുക. ഒരു ദേശം എന്ന് പറയുമ്പോൾ കുറച്ച് വലുപ്പം കൂടുതലേ, അപ്പോൾ കേന്ദ്രവുമായിട്ട് വലിയ രാജ്യം എന്നുള്ള രീതിയിൽ കണക്കാക്കുക. അപ്പോൾ കേന്ദ്ര സാഹിത്യം അത് 73 ഒരു ദേശത്തിൻ്റെ കഥ, ദേശവും തെരുവും. ഓക്കെ. ചെറുതും വലുതും എന്നുള്ള ഇതൊന്ന് ഇമാജിൻ ചെയ്യാൻ മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അതായത് സംസ്ഥാനവും രാജ്യം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി, തെരുവിനെയും ദേശത്തിനെയും. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായി. 1980 ജ്ഞാനപീഠം, അതും കിട്ടി. അടുത്തൊരു ചോദ്യം നോക്കുക, അടുത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എസ്.കെ. പൊറ്റക്കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളാണ് നമ്മൾ മെയിനായിട്ട് നോക്കി പോകുന്നത് കേട്ടോ. ഓക്കെ. ഇനി സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നത് ആരുടെ കൃതിയാണ്? ഓക്കെ. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നത് ആരുടെ കൃതിയാണ്? ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഒ.വി. വിജയൻ, വി.കെ.എൻ, വൈക്കം മുഹമ്മദ് ബഷീർ, പി.എൻ. പണിക്കർ. ഓക്കെ. അപ്പോൾ ഇവരിൽ ആരുടെ കൃതിയാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ? ചിലരൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ചിലർക്ക് അറിയാം. അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് അറിയുമെങ്കിൽ, അല്ലാത്തവർ ജസ്റ്റ് നോക്കിക്കോളൂ, പഠിച്ചോളൂ. ആരുടെയാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് പറയുന്നത്? ആരുടെ കൃതിയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് പറയുന്നത്. ആരുടെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ നമുക്കൊന്ന് നോക്കാം. നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ പറയുന്ന സ്ഥലത്തെ പ്രധാന ദിവ്യൻ, അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് അറിയുന്നതാണ് മറ്റൊന്ന് പ്രേമലേഖനം. പ്രേമലേഖനം നമുക്ക് കേട്ടാൽ തന്നെ അറിയാം, കൂടുതൽ നമുക്ക് പഠിക്കേണ്ട. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ, മനസ്സിലാക്കി വെച്ചോളൂ. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. പ്രേമലേഖനം നമുക്കറിയാം, ബാല്യകാല സഖി നമുക്കറിയാം. പിന്നീട് ശബ്ദങ്ങൾ ചിലർക്കൊക്കെ അറിയാം, ചിലർ അറിയാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് പഠിച്ചു വെച്ചോളൂ. സ്ഥലത്തെ പ്രധാന ദിവ്യൻ ഒന്ന് മനസ്സിലാക്കുക, ശബ്ദങ്ങൾ. ബാക്കി പ്രേമലേഖനം, ബാല്യകാല സഖിയൊക്കെ നമുക്കറിയും. പിന്നെ എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നില്ലേ, അതും അദ്ദേഹത്തിൻ്റെ ആണെന്ന് നമുക്കറിയാം. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആണെന്ന് അറിയാം. മുച്ചീട്ട് കളിക്കാരൻ്റെ മകൻ അല്ലേ, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, അതും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആണെന്ന് അറിയാം. മതിലുകൾ അല്ലേ, മതിലുകൾ അല്ലേ, സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മതിലുകൾ എന്ന് പറയുന്ന കൃതിയോ അദ്ദേഹത്തിൻ്റെയാണ്. ആനവാരിയും പൊൻകുരിശും. എന്താണ്? ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്. ഓക്കെ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മിക്ക കൃതികളും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ചിലതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നോക്കൂ, ചിലർക്കൊട്ട്, എല്ലാവരുടെ കാര്യം എല്ലാം പറയുന്നു. ഇപ്പോൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ ചിലർ കേട്ടിട്ടുണ്ടാവും, ഉറപ്പാണ് അല്ലേ. പക്ഷേ ചിലർ കേട്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ശബ്ദങ്ങൾ അല്ലേ, ശബ്ദങ്ങൾ, അതുപോലെ തന്നെ ആനവാരിയും പൊൻകുരിശും, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലേ. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുറച്ച് കൃതികൾ നമ്മൾ നോക്കി. അപ്പോൾ അതിൽ സ്ഥലത്തെ പ്രധാന ദിവ്യൻ ഒന്ന് നോക്കി വെക്കുക. പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ് കേട്ടോ. ഓക്കെ. പ്രേമലേഖനം, ബാല്യകാലസഖി, ശബ്ദങ്ങൾ, ഡുപ്പാപ്പ കൊരാനുണ്ടായിരുന്നു,
ചേർന്ന്, മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ, മതിലുകൾ, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്. ഓക്കെ, ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഫാക്റ്റുകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1982 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീറിന് 1982 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 1992 ലളിതാംബിക അന്തർജനം അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? 1992. അപ്പോൾ 82 പത്മശ്രീ ലഭിച്ചു, 1992 ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 1993 തൊട്ടടുത്ത വർഷം മുട്ടത്ത് വർക്കി, അതുപോലെ തന്നെ വള്ളത്തോൾ അവാർഡുകൾ അദ്ദേഹത്തിന് എപ്പോൾ ലഭിച്ചിട്ടുണ്ട്? 1993 ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഒന്ന് എഴുതി വെച്ചാൽ മതി. 82 പത്മശ്രീ, 92 ലളിതാംബിക അന്തർജനം അവാർഡ്, 93 മുട്ടത്ത് വർക്കി, അതുപോലെ തന്നെ വള്ളത്തോൾ അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ത്യാഗത്തിൻ്റെ പ്രതിഫലം എന്നത് ആരുടെ കൃതിയാണ്? ത്യാഗത്തിൻ്റെ പ്രതിഫലം. ഓക്കെ, ത്യാഗത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ഉണ്ണികൃഷ്ണൻ പുതൂർ, ഉറൂബ്, പി കേശവദേവ്, തകഴി. ആരുടെ കൃതിയാണ് ത്യാഗത്തിൻ്റെ പ്രതിഫലം? ഒന്നുകൂടെ ഓപ്ഷൻ നോക്കിക്കോളൂ. ഉണ്ണികൃഷ്ണൻ പുതൂർ, ഉറൂബ്, പി കേശവദേവ്, തകഴി. ഇവയിൽ ആരുടെ കൃതിയാണ് ത്യാഗത്തിൻ്റെ പ്രതിഫലം? ത്യാഗത്തിൻ്റെ പ്രതിഫലം. ഓക്കെ, ആരുടെയാണ്? നമുക്ക് നോക്കാം. അത് ഓപ്ഷൻ ഡി, തകഴി ശിവശങ്കരപിള്ള. തകഴിയുടെയാണ് ഏതെന്ന് പറയുന്നത്? ത്യാഗത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്ന കൃതി. ഓക്കെ, ചിലർക്കറിയാം, ചിലർ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, എഴുതി വെച്ചോളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ തകഴി ശിവശങ്കരപിള്ളയ്ക്ക്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. തകഴി ശിവശങ്കരപിള്ളയ്ക്ക് വയലാർ അവാർഡ് ലഭിച്ച വർഷം എപ്പോഴാണ്? തകഴി ശിവശങ്കരപിള്ളയ്ക്ക് വയലാർ അവാർഡ് ലഭിച്ച വർഷം എപ്പോഴാണ്? 1965, 1957, 1980, 1984. ഇതെല്ലാം തകഴിയുമായി ബന്ധപ്പെട്ട വർഷങ്ങളാണ്. നമ്മൾ പഠിക്കാം, പറഞ്ഞു തരാം. നോക്കുക, 65 ആണെങ്കിലും 57 ആണെങ്കിലും 80 ആണെങ്കിലും 84 ആണെങ്കിലും തകഴിയുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മുടെ ചോദ്യം തകഴി ശിവശങ്കരപിള്ളയ്ക്ക് വയലാർ അവാർഡ് ലഭിച്ച വർഷമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് 1980. ഓപ്ഷൻ സി, 1980 ആണ് തകഴി ശിവശങ്കരപിള്ളയ്ക്ക് വയലാർ അവാർഡ് ലഭിച്ച വർഷം. ഇനി ഈ ഒരു വർഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ നോക്കാം. തകഴി ശിവശങ്കരപിള്ളയുടെ കൃതികൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ത്യാഗത്തിൻ്റെ പ്രതിഫലം, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ത്യാഗത്തിൻ്റെ പ്രതിഫലം. ഓക്കെ, ത്യാഗത്തിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. നോക്കുക, അടുത്തത് നോക്കുകയാണെങ്കിൽ പതിത പങ്കജം. പതിത പങ്കജം ത്യാഗത്തിൻ്റെ പ്രതിഫലം, പതിത പങ്കജം. പിന്നെയോ സുശീലൻ. സുശീലൻ ഏതൊക്കെയായിരുന്നു? ത്യാഗത്തിൻ്റെ പ്രതിഫലം തകഴിയുടേതാണ്, പതിത പങ്കജം തകഴിയുടേതാണ്, സുശീലൻ തകഴിയുടേതാണ്. പിന്നെയോ പരമാർത്ഥങ്ങൾ, അല്ലേ? പരമാർത്ഥങ്ങൾ, തലയോട്. തലയോട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത്. ഓക്കെ, അപ്പോൾ ത്യാഗത്തിൻ്റെ പ്രതിഫലം, പതിത പങ്കജം, സുശീലൻ, പരമാർത്ഥങ്ങൾ, തലയോട്, തോട്ടിയുടെ മകൻ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. തോട്ടിയുടെ മകൻ തകഴിയുടേതാണ്. തെണ്ടിവർഗം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ത്യാഗത്തിൻ്റെ പ്രതിഫലം, അതുപോലെ പതിത പങ്കജം, സുശീലൻ, പരമാർത്ഥങ്ങൾ, തലയോട്, തോട്ടിയുടെ മകൻ, തെണ്ടിവർഗം തുടങ്ങിയവ. ഇനി അടുത്തത് ഏണിപ്പടികൾ. ഇത് നിങ്ങൾക്കറിയാം. ഏണിപ്പടികൾ, 4 പെണ്ണുങ്ങൾ, കയർ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ? അറിയാത്തവർ എഴുതി വെച്ചോളൂ. വളരെ കോമൺ ആയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് പറഞ്ഞത്. കാരണം തകഴിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏണിപ്പടികൾ പഠിച്ചിട്ടുണ്ടാവും, 4 പെണ്ണുങ്ങൾ, കയറൊക്കെ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. പിന്നീട് ഔസേപ്പിൻ്റെ മക്കൾ. ഔസേപ്പിൻ്റെ മക്കൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ. ഔസേപ്പിൻ്റെ മക്കൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ, നെല്ലും തേങ്ങയും, പുന്നപ്ര വയലാറിനു ശേഷം. നെല്ലും തേങ്ങയും, പുന്നപ്ര വയലാറിനു ശേഷം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഏണിപ്പടികൾ, 4 പെണ്ണുങ്ങൾ, കയറ്. അപ്പോൾ അത് കൂടാതെ ഔസേപ്പിൻ്റെ മക്കൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ, നെല്ലും തേങ്ങയും, പുന്നപ്ര വയലാറിന് ശേഷം. അപ്പോൾ ഇത്രയും കൃതികളാണ് ആരുടെ? തകഴി ശിവശങ്കരപിള്ളയുടെ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ത്യാഗത്തിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അത് തകഴിയുടെയാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ പതിത പങ്കജം ചോദിച്ചാൽ അറിയണം, സുശീലൻ ചോദിച്ചാൽ നമുക്കറിയണം, പരമാർത്ഥങ്ങൾ, തലയോട് നമ്മൾ 1-2 പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ്. ആ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതി ഏതെന്ന് പറഞ്ഞിട്ട്. പിന്നീട് തോട്ടിയുടെ മകൻ നമുക്കറിയാം, തെണ്ടിവർഗം എന്ന് പറയുന്ന മറ്റൊരു കൃതി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഏണിപ്പടികൾ, 4 പെണ്ണുങ്ങൾ, കയർ. ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നത്. ഔസേപ്പിൻ്റെ മക്കളുണ്ട്, അനുഭവങ്ങൾ, പാളിച്ചകളുണ്ട്, നെല്ലും തേങ്ങയും, പുന്നപ്ര വയലാറിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ 1967 നമ്മൾ ഓപ്ഷൻ എയിൽ ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു ചോദ്യത്തിനകത്ത് അത് ഈ പറയുന്ന തകഴിക്ക് എന്താണ്?
കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള വർഷമാണ് 1967 ഏണിപ്പടികൾ എന്ന് പറയുന്ന കൃതിക്കായിരുന്നു. എന്താണ് 1965 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് 1965. പിന്നീട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചെമ്മീനിൽ ലഭിച്ചു 1957. നമ്മൾ 57 എന്ന് പറയുന്ന ഒരു വർഷം അതിൽ പഠിച്ചില്ലേ, ആ 57. പിന്നീട് നമ്മളോട് ചോദിക്കുന്ന വയലാർ സമരവും വയലാർ അവാർഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വയലാർ അവാർഡ് 1980 ലഭിച്ചു. അതായിരുന്നു നമ്മുടെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം അല്ലേ. അപ്പോൾ 65 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 57 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അത് ചെമ്മീന് കൃതികൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നീട് 1980 ആണെങ്കിൽ വയലാർ അവാർഡ്, അത് കയറാണ് കൃതി. പിന്നീട് 1984 ജ്ഞാനപീഠം ലഭിച്ചു. 1984 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചു തകഴിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മൾ തകഴി ശിവശങ്കര പിള്ളയുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഫാക്റ്റുകൾ നോക്കിയെന്നുള്ള പ്രധാനമായിട്ടും നമ്മൾ അവരുടെ കൃതികളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ കേൾക്കാത്ത കൃതികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇനി ഒരു ക്ലാസ്സുകളിലെ കുറേ ക്ലാസ്സുകളായിട്ട് ഇത്തരത്തിലുള്ള കുറേ സാഹിത്യകാരന്മാരെ അവരുടെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ നമുക്ക് പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മലയാളത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഇനിയൊക്കെ നമുക്ക് ഇനിയുള്ള ക്ലാസ് സമയം വളരെ കുറവാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ നമ്മൾ പറയുന്നതിനെക്കാട്ടും നല്ല കുറേ നിങ്ങൾക്ക് റാം മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രാഷ് ബാച്ചിൽ ലാസ്റ്റ് എന്താണ് 70 ദിവസം കൊണ്ട് നമുക്ക് ക്രാഷ് ബാച്ചായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ഒരു എന്താണ് ഫൈനൽ ലാപ്പ് എന്ന് പറയുന്ന ഒരു ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ചുവടെ കാണുന്ന അല്ലെങ്കിൽ 9747886626 എന്ന് പറയുന്ന ആ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.